കേപ്പ വെർദക്കെതിരായുള്ള പോരാട്ടത്തിൽ മത്സരത്തിന്റെ തുടക്കം തന്നെ അർജന്റീനയുടെ പക്കൽ തന്നെയായിരുന്നു. പൊസിഷൻ ഗെയിമിങ്ങിലൂടെ എതിരാളികളെ വിറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അർജന്റീന തുടങ്ങിയത്. അതിനുള്ള ഉത്തരം മത്സരത്തിന്റെ 28-ാം മിനിറ്റിൽ ലഭിക്കുകയും ചെയ്തു. ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഹൈബോളിൽ കൃത്യമായ ഫിനിഷിങ്ങിലൂടെ ലിയോ മെസ്സി അർജന്റീനയെ ആദ്യ പകുതിയിൽ തന്നെ മുന്നിലെത്തിക്കുന്നു. അർജന്റീന ഒരു ഗോൾ അടിച്ചതിനു ശേഷവും നിരന്തരം ആക്രമണം തന്നെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ രണ്ടാം പകുതിയിൽ കളിയുടെ റിതം മാറുകയായിരുന്നു. അർജന്റീൻ താരങ്ങളുടെ മിസ് പാസിങ്ങും ബോൾ കൺട്രോൾ നഷ്ടപ്പെടുത്തലും വലിയ തിരിച്ചടിയായി. ഇതോടെ സ്പീഡും ക്വിക്ക് കൗണ്ടറും ആശ്രയിച്ചുകൊണ്ട് തന്നെ അവരുടെ തനത് ശൈലിയുടെ കേപ്പ് വെർദെ അർജന്റീനക്കെതിരെ തിരിച്ചടിക്കാനും തുടങ്ങി. മധ്യനിരയിൽ നിന്നുള്ള ഹൈ ഇന്റൻസിറ്റി ഫുട്ബോൾ നമ്മൾ കണ്ടില്ല. സ്കലോണി സാധാരണ ദൗത്യമേൽപ്പിക്കാറ് റോഡ്രിഗോ ഡിപോളിനെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇന്നത് കൃത്യമായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി വിലയിരുത്തേണ്ടി വരും. മത്സരത്തിന്റെ 59-ാം മിനിറ്റിൽ അതിനുള്ള ഉത്തരം ലഭിച്ചു. കേപ്പ് വെർദെ അർജന്റീനക്കെതിരെ ഒരു ഗോൾ നേടുകയും ചെയ്തു. മത്സരം 1-1. അങ്ങനെ കളി പുരോഗമിച്ച് 80 മിനിറ്റുകൾക്ക് ശേഷവും സ്കോർ ബോർഡിൽ മാറ്റമില്ല. ഇതോടെ സ്കലോണി മധ്യനിരയിൽ നിന്നും റോഡ്രിഗോ ഡിപോളിനെ പിൻവലിച്ചു ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ലിയാൻഡ്രോ പെരഡസിനെ കളത്തിലേക്ക് ഇറക്കുന്നു. മൈതാനത്ത് വളരെ ടയേർഡായി കണ്ട റോഡ്രിഗോ ഡിപോളിന് പകരം ലിയാൻഡ്രോ പെരഡസിനെ ഇറക്കിയ സ്കലോണിയുടെ തീരുമാനം ശരിയായിരുന്നുവെന്ന് മത്സരത്തിന്റെ പിന്നീടുള്ള ഓരോ മിനിറ്റുകളും തെളിയിച്ചിരുന്നു. ലിയാൻഡ്രോ പെരഡസ് സ്കലോണി ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി ചെയ്യുന്നത് തന്നെ നമ്മൾ കണ്ടു. എന്നാൽ മത്സരത്തിന്റെ 84-ാം തന്നെ പിൻവലിച്ചതിൽ റോഡ്രിഗോ ഡിപോൾ ഒട്ടും സന്തുഷ്ടവാനായിരുന്നില്ല. മത്സരത്തിന്റെ 84-ാം മിനിറ്റിൽ പകരക്കാരനായി പിൻവലിക്കപ്പെട്ടതിനു ശേഷം റോഡ്രിഗോ ഡിപോൾ തന്റെ അസ്വസ്ഥത ഒട്ടും മറച്ചുവെച്ചില്ല. പകരക്കാരുടെ ബെഞ്ചിലിരുന്ന ശേഷം തന്റെ നിരാശയും ദേഷ്യവും ശക്തമായി താരം പ്രകടിപ്പിച്ചു. ഈ മത്സരത്തിലെ രംഗങ്ങളും ഫുട്ബോൾ ലോകത്ത് ചർച്ചയായി മാറിയിരിക്കുകയാണ്. കേപ്പ് വെർദക്കെതിരായുള്ള മത്സരം സമനിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനാലും മത്സരത്തിൽ തനിക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാത്തതിനാലുമായിരിക്കാം റോഡ്രിഗോ ഡിപോൾ നിരാശയും ദേഷ്യവും പ്രകടിപ്പിച്ചത്. ഏതായാലും താരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിലാണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സാധാരണ അർജന്റീന ക്യാമ്പിൽ നിന്ന് ഇങ്ങനൊരു കാഴ്ച കാണാറില്ല. സ്കലോണിയുടെ മധ്യനിരയിലെ എഞ്ചിനുകളാണ് റോഡ്രിഗോ ഡിപോളും ലിയാൻഡ്രോ പെരഡസും. ഒരാളെ കളത്തിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സ്കലോണി പകരം മറ്റൊരാളെ ഇറക്കും. അർജന്റീനയുടെ മൂർച്ചയുള്ള 2 ആയുധങ്ങളാണ് ലിയാൻഡ്രോയും റോഡ്രിഗോ ഡിപോളും. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് നൗ.